ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്വപ്നവല്ലിയും മഞ്ജിമയും കൂടിയിട്ട് വീണ്ടും ഇഷിതനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ രാമനാഥൻ പറയുന്നുണ്ട്, നിങ്ങൾ ഈ പറയുന്ന വർത്താനം ഉണ്ടല്ലോ ചന്ത വർത്താനാണെന്ന് പറയട്ടോ. അപ്പോൾ ഇനി മഞ്ജിമ കേട്ടില്ല അമ്മേ, നമ്മൾ ചന്തകളാണെന്ന് പറയണം. ആഹാ, ഞങ്ങളാണോ ചന്തകൾ ഇതേ അപ്പുറത്തുള്ള ആ പ്രിയാമണി എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് പറഞ്ഞിട്ട് അവരാണ് അവളെങ്ങനെ വളർത്തി വഷളാക്കിയത്, രാമനാണ് എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറഞ്ഞിട്ട് നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കുന്നുണ്ട്, നീ എന്താണ് അവിടെ പോയി പറഞ്ഞത് എന്നിട്ട് പറഞ്ഞിട്ടോ. അതെ, ഞാൻ അവിടെ ചെന്ന് പറഞ്ഞപ്പോഴേ അവൾ പ്രിയാമണി ഉണ്ടല്ലോ ആദ്യം ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് പിന്നെ പറയുകയാണേ, അവളെ ഈ മോളെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പൂവിട്ട് പൂജിച്ച് കൊണ്ട് നിർത്തുന്നു, ജീവിതകാലം മുഴുവൻ അവൾ നോക്കിക്കോളാം. നല്ല അമ്മ എന്ന് പറയാൻ കേട്ടോ. അവളുടെ അച്ഛൻ അതുപോലെ തന്നെ പറഞ്ഞു, അതെ നല്ല സ്നേഹമുള്ള അച്ഛൻ എന്നൊക്കെ പറയും കേട്ടോ രാമനാഥൻ. ഈ സമയത്ത് ഇഷിത അവിടേക്ക് വരികയാണ് കേട്ടോ. ഇഷിതിനെ കാണുമ്പോൾ സ്വപ്നവലി പറയും, നിൽക്കവിടെ എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അതെ നിൻ്റെ കാര്യത്തിൽ കുറച്ച് തീരുമാനങ്ങളൊക്കെ ആയിട്ടുണ്ടെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ രാമനാഥൻ എഴുന്നേറ്റിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ നേരം വൈകുന്നുണ്ടെങ്കിൽ മോൾക്ക് അതൊന്ന് വിളിച്ച് പറഞ്ഞൂടെ എന്ന് പറയാം കേട്ടോ. ഹോസ്പിറ്റലിൽ അത്യാവശ്യമായിട്ടൊരു എമർജൻസി കേസ് ഉണ്ടായി, ഞാൻ രോഗികളുടെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ അത് വേണ്ടേ അച്ഛാ, വിളിച്ച് പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ രാമനാഥൻ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ സ്വപ്നവലി ഒരു ആഹാ, ഇവൾക്ക് വിളിച്ച് പറയാനുള്ള സൗകര്യമൊന്നുമില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. ഇവള് എപ്പോഴും രോഗികളുടെ കൂടെയാണ്, എന്തായാലും ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, നിൻ്റെ കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് പറയട്ടോ. എന്ത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, നിന്നെയും മഹേഷിനും തമ്മിലുള്ള വിവാഹമോചനം, നീയും മഹേഷും തമ്മിൽ എത്രയും പെട്ടെന്ന് ബന്ധം വേർപ്പെടുത്തണം. അപ്പോൾ ഇഷിത പറയും, ആണോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പം ഞാൻ കോടതിയിൽ വരണമെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് മഞ്ജി വന്നിട്ട് കൺഗ്രാജുലേഷൻസ് അമ്മേ, അമ്മ പൊളിച്ചു എന്ന് പറയും കേട്ടോ. അപ്പോൾ കോടതി വിധി ഞാൻ ഇപ്പം തന്നെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് രാമനാഥൻ സ്വപ്നവല്ലിനെ ഒരു അടി അടിക്കുന്നുണ്ട്, മഞ്ജിമിനെ ഒരു അടി അടിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ പേടിച്ച് ഓടിപ്പോകും കേട്ടോ. ഈ സമയത്ത് അവിടേക്ക് മഹേഷ് വരികയാണ്. മഹേഷിനോട് മഹേഷ് ചോദിക്കുകയാണ്, ഇഷിത വന്നു വെച്ചാൽ വന്നിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. എന്നിട്ട് ഒരു സംഭവം ഉണ്ടായി ഇവിടെ, അതുപോലെ തന്നെ നീയും ഇഷിതയും തമ്മിൽ വിവാഹമോചനം നടത്താൻ പോകുന്നു, നിങ്ങൾ തമ്മിൽ ബന്ധം വേർപെടുത്താൻ പോകുന്നു നിൻ്റെ അമ്മ നൂറിൽ ചെന്ന് പറഞ്ഞു. അമ്മയോ? അതെ പറഞ്ഞു, നൂറിൽ പോയി പറഞ്ഞു, ഇവിടെയും പറഞ്ഞു ഇഷിതനോടെന്ന് പറയട്ടോ. എന്നിട്ട് പറയാം, അത് അമ്മയാണ് തീരുമാനിക്കുന്നത്, ഈ അമ്മനെ കൊണ്ട് വല്ലാത്ത സൗകര്യക്കേടായില്ല, മനുഷ്യന് ഓരോരോ തലവേദനകൾ തരും എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ മഹേഷ് റൂമിലേക്ക് ചെല്ലാണ് കേട്ടോ. അപ്പോൾ ഇഷിത എഴുന്നേറ്റ് നിന്നിട്ട് പറയും, ചോദിക്കുന്നുണ്ട്, കോഫിയോ ചായ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കും. വേണ്ട, ഒന്നും വേണ്ടാന്ന് പറയും. എനിക്ക് ഫ്രഷ് ആവും, ഭക്ഷണം എടുത്തേക്കാന്ന് പറയും കേട്ടോ. അപ്പോൾ ഇഷിത എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ കേട്ടോ മഹേഷ്. അമ്മ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറയുന്നേട്ടല്ലോ. അപ്പോൾ ഇഷിത പറയും, അതെ അമ്മ പറഞ്ഞു, നമ്മൾ തമ്മിലുള്ള വിവാഹമോചനത്തിൻ്റെ അമ്മേനെ ഏർപ്പാടാക്കിയിരിക്കുകയാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. അത് താൻ കാര്യമാക്കണ്ട, അമ്മ വെറുതെ ആവശ്യമില്ലാത്തത് ഓരോന്നൊക്കെ വിളിച്ച് പറയുന്നതാണ്, എന്നോട് മാത്രമല്ല എൻ്റെ അച്ഛൻ്റെ അടുത്തും പോയി പറഞ്ഞാണല്ലോ പറയുന്നതെന്ന് പറയാൻ കേട്ടോ. അത് സാരില്ല, പിന്നെ തനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തനിക്കൊന്ന് തുറന്നു പറഞ്ഞുകൂടെയെന്ന് ചോദിക്കും. മഹേഷ് അങ്ങനെയാണോ, എല്ലാ കാര്യങ്ങളും തുറന്നു പറയാറുണ്ടോ, മഹേഷും ഒരുപാട് രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ മഹേഷിനാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പറ്റില്ല, പക്ഷേ ഹോസ്പിറ്റലിലെ രഹസ്യം ഞാൻ മഹേഷിനോട് പറയാൻ വന്നതാണ്, പക്ഷേ അതിനുള്ള സാഹചര്യം മഹേഷ് തന്നില്ല. എന്തായാലും ഹോസ്പിറ്റലിലെ രഹസ്യം അത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ പറയാൻ കേട്ടോ. ആ സമയത്ത് ഇഷിതയുടെ ഫോണിലേക്ക് അച്ഛൻ വിളിക്കുകയാണ്, മോളെ നാളെ മോള് പോകുന്നതിന് മുമ്പ് അച്ഛനെ കണ്ടിട്ട് വേണം പോകാൻ എന്ന് പറയുമ്പോൾ ശരി അച്ഛൻ എന്ന് പറയട്ടോ. എന്നിട്ട് ഇഷിത പറയുന്നുണ്ട്, അച്ഛനാണ് വിളിച്ചത്, അച്ഛന് മനസ്സമാധാനം ഉണ്ടാവില്ല, ഇന്ന് അച്ഛന് ഉറങ്ങാൻ കഴിയൂല, മക്കളെ വളർത്തി വലുതാക്കി എൻ്റെ ശിക്ഷ അനുഭവിക്കുകയാണ് പാവം എന്നൊക്കെ പറയും. ഇതേ സമയം ആകാശമാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ആദ്യം എന്ത് പറ്റി, ആദ്യം മരിച്ചിട്ടുണ്ടാവോ അതോ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവോ, ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കാൻ കേട്ടോ. ഊട്ടിലുള്ള ഒരാളെ വിളിച്ചിട്ട് അതിനെക്കുറിച്ച് വിവരം അന്വേഷിക്കാനായിട്ട് മഹേഷല്ല ആകാശ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ വിളിച്ച് പറയണം, ആദ്യം മിസ്സിംഗ് ആണ്, പക്ഷേ മാനേജ്മെൻറ്റ് ഇതുവരെ ആരെയും അറിയിച്ചിട്ടില്ല, ആദ്യം ഹോസ്റ്റലിൽ ചെന്നിട്ടില്ല, സ്കൂളിൽ ചെന്നിട്ടില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വീണ്ടും വേഗം തന്നെ ഒരു പോലീസുകാരനെ വിളിക്കാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ പരിധിയിൽ പരിചയമുള്ളൊരു പോലീസുകാരനെ വിളിക്കുന്നത്, നിങ്ങളുടെ പരിധിയിൽ ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണേ. എന്നിട്ട് പറയുന്നുണ്ട്, ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറയും, ഞാൻ ഊരി തരാമെന്നൊക്കെ പോലീസുകാരൻ പറയും. ഇല്ലില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളൂ, നിങ്ങളുടെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഒരു കുട്ടിക്ക് എങ്ങനെ ആക്സിഡൻറ്റ് സംഭവിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അയാൾ അതിന് കറക്റ്റായിട്ട് മറുപടി ഒന്നും പറയുന്നില്ല. അങ്ങനെ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. ഈ സമയത്ത് ആക്സിഡൻറ്റിൻ്റെ സംഭവങ്ങൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആകാശാലോചിക്കുക, ആക്സിഡൻറ്റ് ഇതുവരെ സംഭവിച്ചിട്ടില്ല, പോലീസിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല, പോലീസ് കേസ് അന്വേഷിക്കുന്നില്ല, ആദ്യം മിസ്സിംഗ് ആണ്, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് രചന വരികയാണ് കേട്ടോ. രചന പറയും, ആക്സിഡൻറ്റോ, എവിടെയും ചോദിക്കണം കേട്ടോ. അത് വേറെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി പോസ്റ്റിലിടിച്ചു എന്ന്, അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായ പോലീസുകാരനെ വിളിച്ച് ചോദിച്ചതാണ്. അപ്പോൾ ആദ്യത്തെക്കുറിച്ചും പറയായിരുന്നു. ആദ്യം എന്താ മിസ്സിംഗ് എങ്ങാനാണോ, ആദ്യം സ്കൂളിലില്ലേ രചനയെ, താനൊരു കാര്യം ചെയ്യും, താനിങ്ങനെ ടെൻഷൻ അടിക്കില്ല, എനിക്ക് എന്തായാലും ആദ്യം
പഠിക്കണം. വേണ്ട വേണ്ട വേണ്ട, ഇപ്പോൾ സുഖമായിട്ട് പഠിക്കായിരിക്കും, താനേ ലൈറ്റായിട്ട് ഒരു പെഗ് അടിച്ചിട്ട് നന്നായിട്ട് കിടന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞിട്ട് രജനിനെ അവിടെ നിന്ന് പറഞ്ഞയക്കും കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ ഇഷിത ചിപ്പിനെ കുളിപ്പിച്ച് റെഡിയാക്കാനായിട്ട്, കല്യാണം കഴിക്കാറായ പെണ്ണായി, എന്നിട്ടും ഇപ്പോൾ കുളിപ്പിച്ച് തരണം, ഡ്രസ്സ് ഇടിപ്പിച്ച് തരണം എന്നൊക്കെ പറയാൻ കേട്ടോ. ഞാൻ ആരെയാ കല്യാണം കഴിക്കാം അമ്മയെന്ന് ചോദിക്കാനായിട്ടോ ചിപ്പി. അത് ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ മോളെന്ന് ചോദിക്കാൻ കേട്ടോ. ഇല്ല, അമ്മ കണ്ടുപിടിച്ചാൽ മതി എന്ന് പറയാൻ കേട്ടോ. അമ്മ എല്ലാ കാലത്തും മോളുടെ കൂടി ഉണ്ടാവുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. പിന്നെന്താ അമ്മ ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അടുത്ത ജന്മത്തിൽ ഞാൻ അമ്മയുടെ വാലായി തന്നെ ജനിക്കും എന്നൊക്കെ പറയട്ടോ. അടുത്ത ജന്മത്തിൽ ഞാനേ ഒരു സോഷ്യൽ വർക്കറായിട്ടായിരിക്കും ജനിക്കുക എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് ഒരു ധീരവനിതയുടെ കഥയൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ കേട്ട് ചിപ്പിങ്ങനെ മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഷിത പറയുന്നുണ്ട്, അടുത്ത ജന്മത്തിൽ എൻ്റെ മോളെ ഇനിയായിട്ട് ജനിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഇഷിത ചിപ്പിനോട് പറയുന്നുണ്ട്. ഇല്ലില്ല, ഞാൻ നമ്മുടെ വാലായിട്ട് തന്നെ ജനിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും മോളുടെ കൂടെ ഞാൻ അധികം നാളുണ്ടാവില്ല, അമ്മനെ ഉപേക്ഷിക്കാൻ പോവുകയാണ് അച്ഛനെന്ന് പറയാം. അച്ഛനോ? ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കൽ. ഇവിടെ എല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞു അച്ഛൻ അമ്മനെ ഉപേക്ഷിക്കാൻ. അപ്പോൾ പറഞ്ഞേ ഞാനതിന് സമ്മതിക്കില്ല എന്നൊക്കെ പറയും കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മാഷുക്ക് ചായ കൊണ്ടു കൊടുക്കാൻ കേട്ടോ. ഇഷു ഇപ്പം ഇങ്ങോട്ട് വരും എന്ന് പറയാൻ കേട്ടോ. ഇഷു വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പ്രിയാമണി. ഇതേ സമയം സ്വപ്നവലിയാണെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ രാമനാഥൻ വന്നിട്ട് പറയും, തൻ്റെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല, ഉറച്ച തീരുമാനം തന്നെയാണ്, വിവാഹമോചനം, അതിലൊരു മാറ്റവും ഇല്ല. നാണം കെടേണ്ടി വരും കേട്ടോ എന്ന് പറയാം കേട്ടോ. ഞാൻ നാണം കെടില്ല, എൻ്റെ മോനാണ് മഹേഷ്, ഞാൻ 100ലും അത് പോയി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. ഞാൻ പറഞ്ഞത് തന്നെ അനുസരിക്കും എന്ന് പറയും. താൻ ഒറ്റപ്പെടും, എല്ലാം കണ്ടറിയാം, താനേ വെറുതെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ടി തല മുമ്പിട്ട് നിൽക്കേണ്ടി. അല്ലെങ്കിൽ എനിക്കറിയാം ഞാൻ ഒറ്റപ്പെടും, എല്ലാ കാര്യത്തിലും ഞാൻ ഒറ്റപ്പെടുമല്ലോ, അവിടെ രാത്രി സഞ്ചാരം നിർത്തണം എന്നൊക്കെ പറയും. ഈ സമയത്ത് ഇഷിത ചിപ്പിനെയും കൊണ്ടുവരാൻ കേട്ടോ. എന്നിട്ട് അച്ഛ മോളെ സ്കൂൾ ബസ്സിലേക്ക് ആക്കി കൊടുക്കണമെന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് ചിപ്പിക്ക് ഫുഡ് എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഫുഡ് എടുത്ത് കൊടുക്കുമ്പോൾ മോള് കഴിക്കുന്നില്ലേ? വേണ്ട അച്ഛാ, ഒരു ചായയെങ്കിലും, എനിക്കൊരു വീടുണ്ടല്ലോ 100, അവിടെ പോയിട്ട് കഴിച്ചോളാം, അവിടെ നിന്ന് എനിക്ക് ചായ കിട്ടും എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ചിപ്പിക്ക് ഭക്ഷണം കൊടുത്ത ശേഷം ഇഷിത പുറത്തേക്ക് പോകാൻ കേട്ടോ 100ലേക്ക്. ഈ സമയത്ത് അവളുടെ സാമർത്ഥ്യത്തിന് ഇപ്പോഴും കുറവില്ല, അവൾ എന്നെ ഉദ്ദേശിച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞതെന്ന് എന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് പറയും, ഈ കണക്കിന് പോയാൽ നിനക്ക് നിൻ്റെ മേലെ കൈ വീഴുന്നു പറയും കേട്ടോ. ഇഷിതയോ എന്നെ കൈ വയ്ക്കാൻ? മോളെ കണ്ടില്ലേ പറഞ്ഞത്? അതെ ഇഷിത എന്നെ കൈ വയ്ക്കുന്നു. കൈ വയ്ക്കും. അച്ഛമ്മയുടെ കാര്യം അന്വേഷിച്ച് സ്വസ്ഥമായിട്ട് ഇവിടെ ഇരുന്നാൽ പോരെ. എൻ്റെ അച്ഛൻ അമ്മനെ ഡൈവോഴ്സ് ചെയ്യുന്നു പറയാൻ അച്ഛമ്മ ആരാ? അത് അച്ഛനല്ലേ തീരുമാനിക്കേണ്ടതെന്നും ചോദിക്കും കേട്ടോ. അത് കേൾക്കുമ്പോൾ രാമനാഥൻ ശരിക്കും സ്വപ്നവലിയാണെന്നുണ്ടെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കും കേട്ടോ. പിന്നീട് കാണിക്കുന്നത് 100ലേക്ക് ഇഷിത വരികയാണ്. അപ്പോൾ അമ്മ എനിക്കൊരു ചായ വേണം. അതിനെന്താ മോളെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചായയൊക്കെ കൊണ്ടു കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഇടയിൽ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ എന്തുകൊണ്ടാണ് സംസാരിക്കാന്നുള്ളത് എനിക്കറിയാം, പക്ഷെ നമുക്ക് മാത്രമായിട്ടത് സംസാരിക്കാമെന്ന് ഇഷിത മാഷോട് പറയുന്നുണ്ട് കേട്ടോ, പ്രിയാമണി കേൾക്കാതെ. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തായ അമ്മയെ വിശക്കിനെന്ന് പറയട്ടോ. അതിനെന്താ എത്ര നാളായി ഒരുമിച്ച് ഇന്ന് കഴിച്ചിട്ടെന്ന് പറയട്ടോ. സൂചി ഇല്ലേ? സൂചി ഉറങ്ങായിരിക്കും. അപ്പോഴേക്ക് സൂചി ഓടി വരികയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ പിന്നെ ഭക്ഷണത്തിൻ്റെ സമയത്ത് ഞാൻ ഉറങ്ങല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ എല്ലാവരും കൂടിയിട്ട് ഇന്ന് ഓരോ തമാശകളൊക്കെ പറയാൻ കേട്ടോ. ആ കൂട്ടത്തിൽ പ്രിയാമണി ചോദിക്കുന്നുണ്ട്, മോളെ 101 എന്താ പ്രശ്നം? വിവാഹമോചനത്തെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സ്വപ്നവല്ലി ആൻറ്റിയും രാമനങ്ങളും അവർ പിരിയട്ടെ, അവർ കുറേ നാളായാലും ഒരുമിച്ച് ജീവിക്കുന്നു, എത്ര നാളെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ ഇങ്ങനെ അമ്മയുടെ കീഴിൽ ജീവിക്കാന്നൊക്കെ പറയട്ടോ. അപ്പോൾ പ്രിയാമണി ചിരിക്കും കേട്ടോ. എന്നിട്ട് പറയും, സുജി പറയുന്നുണ്ട്, അതേ അച്ഛൻ്റെ അമ്മയുടെ കാര്യമല്ല, മഹേഷ് ചേട്ടനും ചേച്ചിയും തമ്മിൽ വിവാഹബന്ധം വേർപെടുത്തേണ്ട കാര്യമാണ് പറഞ്ഞതെന്നൊക്കെ പറയും കേട്ടോ. അത് ഇന്നലെ അവരിവിടെ വന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ മാഷ്. എന്നിട്ട് പറയും, അച്ഛൻ ഇന്നലെ എന്നോട് പറഞ്ഞതാണല്ലോ, ഞാൻ ഇന്നലെ കുറച്ച് ദേഷ്യത്തിലാണ് മോളോട് സംസാരിച്ചതെന്ന് പറയുമ്പോൾ അപ്പോൾ ഇഷിത പറയണം, പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്കൊരു ചെറിയ സങ്കടമൊക്കെ തോന്നി ഇന്നലെ എന്ന് പറയും കേട്ടോ. അപ്പോൾ സുജി പറയും, അതിന് ചേച്ചി പോയതിന് ശേഷം ഇവിടെ ഒരാൾ കരയായിരുന്നു എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.